ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഫോട്ടോഷോപ്പിലെ ഒരു അടിപൊളി വർക്കുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. അതായത് ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് അല്ല, അത്യാവശ്യം ടൂളുകളും ഓപ്ഷൻസുകളൊക്കെ അറിയുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്. അപ്പോൾ ബിഗിനേഴ്സിന് വേണ്ടിയിട്ടുള്ള ക്ലാസ് ഞാൻ ഫോട്ടോഷോപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നത് മുതൽ എല്ലാ കളേഴ്സുകളും അതേപോലെ തന്നെ ഓപ്ഷൻസുകളും ടൂളുകളും എല്ലാം എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഞാൻ ഓരോ പാർട്ടായിട്ട് ഞാൻ എൻ്റെ ഫോട്ടോഷോപ്പ് ബിഗിനേഴ്സിനുള്ള ക്ലാസ് ഞാൻ ഇടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതുപോലെയുള്ള ഒരു വർക്ക് എങ്ങനെയാണ് നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുക എന്നാണ് നോക്കുന്നത്. അത് ആദ്യം ഒരു ചില്ലിയുടെ ഫോട്ടോസാണ്, പിന്നെ നമുക്കതിനകത്ത് ഒരു ടെക്സ്റ്റും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഇത് വരച്ചതിന് ശേഷം ടെക്സ്റ്റ് ആഡ് ചെയ്യുന്നു. Ctrl+T പ്രസ് ചെയ്തിട്ട് ആ ടെക്സ്റ്റിന് നമ്മൾ റാപ്പ് കൊടുക്കുന്നു. അതിന് ശേഷം നമ്മൾ റാപ്പ് എല്ലാം കറക്റ്റ് ചെയ്തതിന് ശേഷം ന്യൂ ലെയർ എടുത്തിട്ട് അതിൻ്റെ ഒരു Ctrl+J പ്രസ് ചെയ്തിട്ട് അതിൻ്റെ ഒരു കോപ്പി എടുക്കുന്നു. അതിന് ശേഷം നമ്മൾ അതിനെ ഹോൾഡ് ചെയ്യുന്നു, ഷോ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ ബ്രഷ് ടൂൾ എടുക്കുക. അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനെ വരച്ച് ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടിയും പ്രസ് ചെയ്തു. എൻ്റെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എല്ലാവരും എനിക്ക് കമൻ്റ് അയക്കണം, കമൻ്റ് ഇടുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.